ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹവുമായി ഒരു പ്രതിഷേധം നടക്കുന്നു. പുന്നപ്ര അഞ്ചിൽ വീട്ടിൽ ഉമൈബയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ പുലർച്ചെ അത്യാഹിത വിഭാഗത്തിന് സമീപമാണ് പ്രതിഷേധിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ കിട്ടാത്തതാണ് ആരോഗ്യസ്ഥിതി ഗുരുതരമാക്കിയത് എന്നാണ് ബന്ധുക്കളുടെ പരാതി. അന്വേഷിക്കും എന്ന ആശുപത്രി സൂപ്രണ്ടിന്റെ ഉറപ്പിനെ തുടർന്ന് മൃതദേഹം വെച്ചുള്ള പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചു. എൻ്റെ ഉമ്മയുടെ കേസ് ഷീറ്റിലല്ലാതെ ഞാൻ ആ അമ്പിളി മേഡത്തിനെ കണ്ടിട്ടില്ല. ആ അമ്പിളി മേഡത്തിൻ്റെ പേര് ഞാൻ കണ്ടിരിക്കുന്ന കേസ് ഷീറ്റില്ല. ഇത്രയും ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും അവർ വന്ന് കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടില്ല. അവരുടെ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഡോക്ടർമാർ വന്നിട്ട് മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിലാണ് എന്നോട് പെരുമാറിയത്. സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ട് പോലും എന്താക്കിയിട്ടില്ല. അവർ വന്ന് നട്ടല് കുത്തി പരിശോധിക്കുകയോ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തില്ല. ഞാൻ അവിടെ കിടന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കി എന്നെ കൊണ്ട് ഗതികെട്ട അവസ്ഥയിൽ എത്തിച്ചതിന് ശേഷമാണ് അവർ ICUയിലോട്ട് മാറ്റിയത്. മെഡിസിൻ ICUയിൽ കിടത്തി ട്രീറ്റ് ചെയ്യേണ്ട പേഷ്യൻറ്റിനെ ഇവർ എന്നെ ബോധിപ്പിക്കാനെന്ന പോലെയാണ് എന്താക്കിയത്, ന്യൂറോ സ്ട്രോക്ക് ICUയിലോട്ട് മാറ്റിയത്. അവിടെ കൊണ്ട് കുറച്ച് നേരം കിടത്തിയതിന് ശേഷം ആരിസ് ഡോക്ടറെ വന്നിട്ട് എന്നെ എന്താക്കുമായിരുന്നു, മട്ടത്തിന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കുന്ന രീതിയിൽ ഉന്തിത്തള്ളി വിടുകയായിരുന്നു. ICUയിൽ കിടന്ന പേഷ്യൻറ്റിനെ വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റുമ്പോൾ മിനിമം മര്യാദയാണ്. ആ ഹോസ്പിറ്റലിൽ ICU ഫെസിലിറ്റി ഉണ്ടോ, അവിടെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ട് വേണം മാറ്റാൻ. അതിനുള്ള ബെഡ് സ്പേസ് കാര്യങ്ങളുണ്ടോ എന്ന് തിരക്കുകയോ അതിനുവേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുകയോ ചെയ്യാതാണ് എന്താക്കിയത് കോട്ടയത്തോട്ട് മാറ്റി. അവിടെ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ എന്നോട് ചോദിച്ചു ഇതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാതാണ് അവിടുത്തെ ഡോക്ടർ ഇങ്ങോട്ട് വിട്ടതെന്ന്. രഘുനാഥ് നാരായണൻ ചേരുന്നു. രഘുനാഥ്, ഗുഡ് മോർണിംഗ്. ഇത് ശരിക്കും എങ്ങനെയായിരുന്നു സംഭവം? അസുഖബാധിതയായതിനെ തുടർന്ന് കുറച്ച് ദിവസമായി ആശുപത്രിയിലായിരുന്നോ? മൂന്നാഴ്ച മുമ്പാണ് ഉമൈബയെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ പനിയായി, ന്യൂമോണിയായി, തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇവിടുത്തെ ഒരു നോട്ടക്കുറവ് കൊണ്ടാണ് ഇത്തരത്തിൽ രോഗം മൂർച്ഛിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കളുടെ പരാതി. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുലർച്ചെ അവിടെ രാത്രിയോടുകൂടി ഉമ്മ മരിച്ചു. തുടർന്ന് മൃതദേഹവുമായി ബന്ധുക്കൾ ഇവിടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി അത്യാഹിത വിഭാഗത്തിന് മുമ്പിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ഈ വണ്ടാനം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നിരന്തരമായി ഇത്തരത്തിൽ ചികിത്സാ പിഴവ് സംബന്ധിച്ച പരാതി ഉയരുന്നത് ആളുകളെ വലിയ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളും കർഷകരും ഇടുന്ന അതിസാധാരണക്കാരായ മനുഷ്യർ ഏറെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി. നമുക്ക് ഈ എൻ്റെ പിറകിൽ നിൽക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ആളുകൾ എങ്ങനെ വന്ന് രാവിലെയും വൈകുന്നേരമൊക്കെ ആളുകൾ ഈ പൂരത്തിനൊക്കെ വരുന്ന പോലെ ആളുകൾ അത്രയ്ക്ക് തിരക്കാണ് ഈ വണ്ടാനം മെഡിക്കൽ കോളേജ്. കാരണം ഇവിടെ ആധുനിക സംവിധാനങ്ങളോട് കൂടിയ മറ്റൊരു സ്വകാര്യ ആശുപത്രിയോ അല്ലെങ്കിൽ അത്ര വലിയ ആശുപത്രികളൊന്നുമില്ല. ആളുകളുടെ എല്ലാം ഒരു ആശ്രയം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. അതനുസരിച്ചുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്, വലിയ തിരക്കുമാണ് അതുകൊണ്ട് തന്നെ. പക്ഷേ പലപ്പോഴും ആളുകൾക്കൊക്കെ ഉള്ള ഒരു പരാതി എന്ന് പറയുന്നത് വേണ്ട രീതിയിൽ ഒരു പരിചരണം കിട്ടുന്നില്ല, ഇത്തരത്തിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി ആളുകൾ മരിക്കുന്നു, അങ്ങനെ വ്യാപകമായി പരാതി ഉയരുന്നുണ്ട്. അത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. മന്ത്രിയൊക്കെ പലപ്പോഴും ഇടപെടുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും രീതിയിലൊരു സന്ദർശനം നടത്തി എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമായ ഇടപെടൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തിൽ ചികിത്സാ പിഴവുകൾ ആവർത്തിക്കപ്പെടുമ്പോഴും ഒരു കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. എന്തായാലും ഈ ബന്ധുക്കൾ ഒരു പുലർച്ചെ 3 മണിയോളം വരെ ഇവരെ പ്രതിഷേധിച്ചു. തുടർന്ന് സൂപ്രണ്ട് എത്തി അന്വേഷിക്കാം എന്നുള്ളൊരു ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഒരാഴ്ച മുമ്പാണ് ഇവിടെ ചികിത്സയിലിരിക്കെ പ്രസവാനന്തര ചികിത്സയിലിരിക്കെ യുവതി മരിച്ചത്. അന്നും അന്വേഷണം നടത്താമെന്ന് ഉറപ്പ് നൽകിയിരുന്ന അന്വേഷണ റിപ്പോർട്ടെന്ന് പറയുന്ന ഒരു ചികിത്സാ പിഴവ് ഉണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാരെ പൂർണ്ണ അർത്ഥത്തിൽ സംരക്ഷിക്കുന്ന രീതിയിലുള്ളൊരു റിപ്പോർട്ടാണ് അന്ന് സമർപ്പിച്ചത്. അത് ന്യൂനപക്ഷ കമ്മീഷൻ ആ റിപ്പോർട്ട് തള്ളിക്കളയുകയും വീണ്ടും പുനരന്വേഷണം നടത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മൾ പലതവണ ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളതാണ് ഈ ചികിത്സാ പിഴവ് മൂലം ഏതെങ്കിലും ചികിത്സാ പിഴവ് മൂലം ഇതുവരെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെന്ന് ഒരന്വേഷണത്തിലും തെളിഞ്ഞിട്ടില്ല. ഡോക്ടർമാരെ വെള്ള പൂശുന്ന തരത്തിലായിരിക്കാം എപ്പോഴും ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത്. ചില മെഡിക്കൽ ടീമുകളൊക്കെ രൂപീകരിച്ച് അവരതിനെ അങ്ങ് ഒരു ചികിത്സാ പിഴവ് ഉണ്ടായില്ല എന്നുള്ള രീതിയിലായിരിക്കും അതിനെ മാറ്റം. നമുക്കറിയാവുന്നതുപോലെ തന്നെ കോഴിക്കോട്ട് ഒരു യുവതി വയറ്റിൽ കത്രികയുമായി അവർ നീതിക്ക് വേണ്ടി ഇപ്പോഴും അലയുകയാണ്. മന്ത്രിയൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും അവർക്കിപ്പോഴും നീതി ലഭിച്ചിട്ടില്ല. ആ സമാനമായ സാഹചര്യമാണ് ചികിത്സാ പിഴവിൻ്റെ കേസിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് വളരെ വലിയൊരു ആശുപത്രിയാണ്. 100 കണക്കിന് ആളുകൾ ദിവസവും വന്ന് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. പ്രത്യേകിച്ച് വളരെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ, കർഷകർ ഒക്കെ ധാരാളമായി എത്തുന്ന ആശുപത്രിയാണ്. അതുകൊണ്ട് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും പരാതിയും വേണ്ട രീതിയിൽ അന്വേഷിച്ച് അതിനകത്തൊരു ഇടപെടൽ നടത്താൻ ആരോഗ്യവകുപ്പ്
തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും രഘുനാഥ് നാരായണൻ ശരിയാണ്. അങ്ങനെ എത്രയും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ അവിടെ ഇത്തരത്തിൽ ഏതെങ്കിലും പിഴവുകൾ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ അധികൃതരുടെ ഇടപെടൽ എത്രയും വേഗത്തിൽ ഉണ്ടാവണം, മാതൃകാപരമായ ഇടപെടൽ ഉണ്ടാവണം.